പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത 5ാം ക്ലാസ് പൊതുപരീക്ഷ ഖുർആൻ വൽ ഹിഫ്ള് എങ്ങനെയാണ് അത് ഉണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ഹിഫ്ള് സൂറത്തുകൾക്ക് പുറമെ മറ്റെന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ? ടോപ്പ് പ്ലസ് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും? ഈ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അതെല്ലാം നീക്കുന്ന രൂപത്തിൽ വളരെ ഉപകാരപ്രദമായ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഖുർആൻ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം. ഏതു ഭാഗത്ത് നിന്ന്, ഏത് സൂറത്തിൽ നിന്നാണ് ഖുർആൻ ഓതാൻ ആവശ്യപ്പെടുക എന്ന സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടാകും. ഖുർആൻ മുഴുവനും നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. ഫാത്തിഹ മുതൽ സൂറത്ത് നാസ് വരെയുള്ള ഭാഗം ഖുർആനിൻ്റെ ഭാഗമാണ്. വരുന്ന സൂപ്പർവൈസർ ഏത് സൂറത്തിൽ നിന്ന് ഏത് ഭാഗത്ത് ഓതാനാണോ ആവശ്യപ്പെടുക, അവിടെ നിന്ന് 4 വരിയിൽ കുറയാത്ത ഭാഗം നമ്മൾ ഓരോരുത്തരും ഓതിക്കൊടുക്കണം. അതൊരിക്കലും നമുക്ക് കൃത്യമായി ഈ സൂറത്ത് എന്നോ ഇന്ന ഭാഗമെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏതു ഭാഗത്ത് നിന്ന് ഓതാൻ ആവശ്യപ്പെട്ടാലും കൃത്യമായി ഓതിക്കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ഖുർആൻ ഓതി പഠിച്ചിരിക്കണം. ഓരോ വിദ്യാർത്ഥിയോടും വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്നായിരിക്കും ചോദിക്കുക. ഒരാളോട് ചോദിച്ചത് തന്നെ മറ്റാളോട് ചോദിക്കണം എന്നില്ല. നമുക്ക് നിർദ്ദേശിച്ചു തന്ന ഭാഗം ഓതിക്കൊടുക്കുമ്പോൾ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തത് സാവകാശം ഖുർആൻ ഓതിക്കൊടുക്കുക എന്നുള്ളതാണ്. ചില കുട്ടികൾ വരുന്ന ആളെ പേടിച്ചുകൊണ്ട് നല്ല ഓത്തറിയുന്നവരായിരിക്കും, പക്ഷെ പേടിച്ച് വേഗത്തിൽ അങ്ങ് ഓതിക്കൊടുക്കും. അല്ലെങ്കിൽ ചില കുട്ടികൾ ഓത്തിലുള്ള പിഴവുകൾ ഉസ്താദ് അറിയാതിരിക്കാൻ വേണ്ടി സ്പീഡിൽ ഓതും. രണ്ടും അബദ്ധമാണ്. ഉസ്താദിന് കൃത്യമായി നിങ്ങളുടെ ഓത്തിൻ്റെ പിഴവ് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ സ്പീഡിൽ ഓതുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ട് സാവകാശം തന്നെ നല്ല ശൈലിയിൽ ഓതിക്കൊടുക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആനിൻ്റെ രീതിയെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഖുർആനിന് ഒരു താളവും ഒരു രാഗവും ഒക്കെ ഉണ്ട്. ആ താളത്തിൽ വായനയാവാതെ അല്ലെങ്കിൽ ഒരു പാട്ട് ശൈലിയിലേക്ക് മാറാതെ നമ്മുടെ ക്ലാസ്സിൽ ഉസ്താദ് ഓതിത്തരുന്ന അതേ ഒരു ശൈലിയിലും രാഗത്തിലും നമ്മൾ ഓതിക്കൊടുക്കുക. അതിനൊക്കെ പ്രത്യേക മാർക്കുണ്ട്. അതുകൊണ്ടാണത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. മൂന്നാമതായി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റായി കാണേണ്ടതാണ്, ഖുർആനിൽ നിയമങ്ങളുണ്ട്. നിയമങ്ങൾ അനുസരിച്ചേ ഖുർആൻ ഓതാവൂ. അത് നിർബന്ധമാണ്. അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറ്റവും കിട്ടും. പ്രധാനമായും നമ്മൾ കണക്കിലെടുക്കേണ്ട നിയമങ്ങൾ, ഒന്നാമത്തത് മഖ്റജാണ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങൾക്കും പുറപ്പെടേണ്ടുന്നതായ സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് തന്നെ പുറപ്പെടുവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊണ്ടയിൽ നിന്ന്, നാവിൽ നിന്ന്, ചുണ്ടുകൊണ്ടുള്ളത്, ഇങ്ങനെ പല വ്യത്യസ്തങ്ങളായ കാറ്റഗറിയിലുള്ള അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങളൊക്കെ അതിൻ്റേതായ ഉച്ചാരണ ശുദ്ധിയോടുകൂടെ മഖ്റജുകളിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ഇബ്തിദാ വഖഫാണ്. ഖുർആൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഔദു ഓതി, ബിസ്മി ഓതി ചിട്ടയോടുകൂടെ ആരംഭിക്കണം. അതോടൊപ്പം തന്നെ വഖഫിൻ്റെ കാര്യവും ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കരുത്. വെക്കുന്ന സ്ഥലത്ത് വഖഫ് ചെയ്യാനുള്ള അടയാളങ്ങൾ ഉണ്ടോ എന്ന് നോക്കി വെക്കുക. ഇനി അടയാളങ്ങളില്ല, നമുക്കാണെങ്കിൽ വെക്കുകയും വേണം എങ്കിൽ വഖഫ് ചെയ്ത് നമ്മൾ അല്പം പിറകിൽ നിന്ന് എടുത്തു ഓതുമ്പോൾ ഉസ്താദിന് മനസ്സിലാകും ഇവന് വഖഫ് ചെയ്യേണ്ട രീതി കൃത്യമായി അറിയുന്നു എന്ന് മനസ്സിലാക്കും. പിന്നെ ആയത്തിൻ്റെ അവസാനം നമുക്കെല്ലാവർക്കും അറിയും വഖഫ് ചെയ്യാൻ. എന്നിരുന്നാലും ഇപ്പോൾ ഖബീർ എന്നുള്ള വാക്ക് തന്നെ ചിലപ്പോൾ വെക്കുന്ന സമയത്ത് ഖബീർ എന്നായിരിക്കും, ചിലപ്പോൾ ഖബീറ എന്നായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഏത് രൂപത്തിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓതിക്കഴിഞ്ഞാൽ സ്വദഖല്ലാഹുൽ അലിയുൽ അളീം എന്നുള്ളത് ഉസ്താദിനെ കേൾക്കെ ഒരു അല്പം ഉറക്കെയായി ഉസ്താദ് കേൾക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ പറയുക. അതൊക്കെ നമുക്ക് മാർക്ക് ലഭിക്കുന്നതിന് കാരണമാകും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് മദ്ദുകൾ, നീട്ടാനുള്ളത്. അലിഫ് വാവ് യാ ഉപയോഗിച്ച് നീട്ടി വരുന്ന വാക്കുകൾ നമ്മൾ നീട്ടി തന്നെ ഓതണം. അതിൻ്റെ കൂടെ തന്നെ ലാസിമായ മദ്, ആരിലായ മദ്, മുത്തസില്, മുൻഫസില് തുടങ്ങിയിട്ടുള്ള മറ്റുള്ളതുണ്ട്. അതിനൊക്കെ കതിറുകളുണ്ട്, നീട്ടാനുള്ള കണക്ക്, ഇത്ര ഹർഫിൻ്റെ കണക്ക്. അത് മനസ്സിലാക്കി ആ രൂപത്തിൽ തന്നെ നീട്ടി ഓതിക്കൊടുക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ് ഇത് ആമും ബി ഉന്ന, ബിലാ ഉന്ന, ഇഖ്ഫാ, ഇൽഹാർ എന്നീ കാര്യങ്ങൾ. സാക്കിനായ നൂന്, തൻവീന് ഇവയ്ക്ക് ശേഷം ചില അക്ഷരങ്ങൾ വരുമ്പോൾ അവിടെ
മറച്ച് മണിച്ചോതേണ്ടി വരും, ചിലതിനെ ഉന്നത്ത് നൽകി ഇത് ആമാക്കി ഓതേണ്ടി വരും, ചിലത് ഇൽഹാർ വെളിവാക്കി ഓതേണ്ടി വരും. ഇങ്ങനെ മീമിൻ്റെയുമുണ്ട്, സുക്കൂനുള്ള മീമിനും ഇങ്ങനത്തെ നിയമങ്ങളുണ്ട്. ഇത് നമ്മൾ കൃത്യമായി പഠിക്കണം. അഥവാ ഇത് ആമ്, ഇഖ്ഫാ, അത് സുക്കൂനുള്ള മീമിന് ശേഷം തൻവീന് ശേഷം, അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിന് ശേഷം ഉള്ളതുണ്ട്. ഇത് രണ്ടിൻ്റെയും ഇത് ആമ്, ഇഖ്ഫാ, ഇൽഹാർ, പിന്നെ ഇത് ആമും ബി ഉന്ന ബിലാ ഉന്ന. പിന്നെ റാഇൻ്റെ നിയമങ്ങൾ, റാ റു എന്ന ശബ്ദമായിരിക്കും, എന്നാൽ റീ എന്ന് പറയുമ്പോൾ അത് രീ ആയിരിക്കും. അതിൻ്റെ തഫ്ഹീമു തർക്കീഖ് അതും കൃത്യമായി മനസ്സിലാക്കി ഓതിക്കൊടുക്കണം. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഓതിക്കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായും ഖുർആനിലും നമുക്ക് ടോപ്പ് പ്ലസ് നേടാൻ കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇനി ഹിഫ്ളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില കുട്ടികൾ ഖുർആൻ നല്ല രൂപത്തിൽ ഓതിക്കൊടുക്കും, ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ച് സാവകാശം ഓതിക്കൊടുക്കും. എന്നാൽ ഹിഫ്ള് വളരെ സ്പീഡിൽ അങ്ങ് ഓതിക്കൊടുക്കും. അഥവാ തെറ്റുമോ എന്ന പേടി കൊണ്ടാണത്. പലർക്കും വരുന്ന ഉസ്താദ് എന്തെങ്കിലും വിചാരിക്കുമോ അല്ലെങ്കിൽ എൻ്റെ മാർക്ക് കുറഞ്ഞു പോകുമോ എന്ന പേടിയിൽ ഹിഫ്ള് സ്പീഡിൽ ഓതുമ്പോൾ ഈ പറഞ്ഞ നിയമങ്ങൾ നമ്മൾ പാലിക്കാതെ വരും. ഹിഫ്ള് ഓതിക്കൊടുക്കുമ്പോഴും കൃത്യമായും ഈ നിയമങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓതിക്കൊടുക്കേണ്ടത്. എങ്കിലേ നമുക്ക് ഹിഫ്ളിന് നിർണയിച്ച മാർക്ക് ലഭിക്കുകയുള്ളൂ. ഹിഫ്ളിന് നമുക്ക് ഭാഗമായി വരുന്നത് ഏതാണ്? സൂറത്ത് യാസീനാണ്. യാസീനിൽ നിന്ന് 4 ആയത്തിൽ കുറയാതെ നമ്മൾ ഉസ്താദിന് ഓതിക്കൊടുക്കണം. ഉസ്താദ് ആവശ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് എവിടെ നിന്ന് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഉസ്താദ് എവിടെ നിന്നാണോ ആവശ്യപ്പെടുന്നത് അവിടെ നിന്ന്, ചിലപ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് 2 ആയത്ത് ഓതിക്കും, മറ്റൊരു സ്ഥലത്ത് നിന്ന് 2 ആയത്ത് ഓതിക്കും, അങ്ങനെയായിരിക്കും. ചിലപ്പോൾ 4 ആയത്തും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ 4 ആയത്തിൽ കുറയാതെ ഉസ്താദ് നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് യാസീൻ മുഴുവനായി തുടക്കം മുതൽ ഒടുക്കം വരെ, ചില കുട്ടികൾ അവസാനം പഠിക്കാതെ പോകുന്നവരുണ്ട്, അവിടുന്ന് ചോദിക്കൂല എന്ന് വിചാരിച്ച്. ചിലപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് കുറഞ്ഞ് ഡിസ്റ്റിൻഷനെയും ടോപ്പ് പ്ലസിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് സമയമുണ്ട്, യാസീൻ എല്ലാവരും മുഴുവനായി തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഈ യാസീന് പുറമെ മറ്റെന്തെങ്കിലും ദിക്റുകൾ പഠിക്കേണ്ടതുണ്ടോ? ഇല്ല, യാസീൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. മറ്റൊരു ദിക്റുകളും നമ്മളോട് ചോദിക്കില്ല. എന്നാലും ഓതാൻ പറ്റാത്ത പെൺകുട്ടികളുണ്ടാകും. ആ പെൺകുട്ടികൾ നിസ്കാരത്തിലെ അത്തഹിയാത്ത് മുതൽ അതിൻ്റെ അവസാനം മസീഹ് ദജ്ജാൽ വരെയുള്ള ഭാഗം പഠിച്ചു വെക്കുക. ചിലപ്പോൾ അവരോട് അത് ചോദിച്ചേക്കാം. ആ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് മാർക്ക് നൽകുന്നതിൻ്റെ മാനദണ്ഡം ഉച്ചാരണ ശുദ്ധി പരിഗണിച്ച് 25ഉം നിയമങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ 35ഉം തുടക്കം അവസാനം റെഡിയാണെങ്കിൽ 20ഉം ശബ്ദം ശൈലി ക്ലിയർ ആണെങ്കിൽ 20 മാർക്ക്. ഇങ്ങനെ 100 മാർക്കിലാണ് പരീക്ഷയുണ്ടാവുക. അതിൽ 60 ഖുർആൻ പരീക്ഷയ്ക്കും 40 ഹിഫ്ള് പരീക്ഷയ്ക്കുമാണ്. അപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ രണ്ടിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കുകയുള്ളൂ.